മോശമാണ് നമ്മളവിടെ ഗേൾസ് ഒക്കെ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്
സെൻഡ് ഓഫ് പ്രോഗ്രാം തന്നെയാണ്. ഈ സെൻഡ് ഓഫ് നമുക്ക് തന്നെ തരുന്നതാണ്. +1 ആണ് ശരിക്കും നമുക്ക് തരേണ്ടത്. പിന്നെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിൻസിപ്പളാണ്. അതായത് കൺട്രോൾ ചെയ്യുന്ന പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞ നമ്മൾ അനുസരിക്കണം. പിന്നെ എല്ലാവർക്കും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യം തന്നെ ആഫീസ് പറഞ്ഞ സെൻഡ് ഓഫ് എന്ന വാക്ക് ഞാൻ പറയാതെ നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് തരേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷം സെക്കൻഡ് ഇയേഴ്സിൽ കൊടുത്തിരുന്നോ? തീർന്നല്ലോ. അതവിടെ തീർന്നു. പിന്നെ രണ്ടാമത്തത് ഇതിനുപയോഗിക്കേണ്ട പദം ഒരു പക്ഷേ സെൻഡ് ഓഫ് എന്നതിനേക്കാണ് ബ്രേക്കപ്പ് സോഷ്യൽ. അപ്പൊ സംശയം തീർന്നല്ലോ ആഫീസേ. അപ്പൊ ഈ സെൻഡ് ഓഫ് അല്ല, വി ആർ ബ്രേക്കിംഗ് അപ്പ്. നമ്മുടെ 2 കൊല്ലം, 2 കൂടുതൽ കൊല്ലം പഠിച്ചവരും 2 കുറഞ്ഞ കൊല്ലം പഠിച്ച 1-2 കുട്ടികളുണ്ട്. നമ്മൾ പഠിച്ച സ്ഥാപനം കുറേയേറെ എന്തൊക്കെയോ തെറ്റുകളും ശരികളും എല്ലാം ഉണ്ടാവും. നമ്മുടെ ഇന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടല്ലേ നിൽക്കണം. അപ്പോഴേ കുറെ ശരികളും തെറ്റുകളും നമ്മുടെ എല്ലാവരും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവും. ഞങ്ങളും തികച്ചും പെർഫെക്റ്റോ തികച്ചും കുറ്റമറ്റവരാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അതേപോലെ പറയുന്നില്ല, കാരണം ഞങ്ങൾ മനുഷ്യരാണ്. പക്ഷെ പരമാവധി നിങ്ങളുടെ ഓരോരുത്തരെ ഐഡന്റിറ്റി വ്യക്തിത്വത്തെ ബാധിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ഓരോ വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ പെരുമാറാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് കൂടുതൽ എനിക്ക് നിർമ്മിപ്പിക്കുന്നില്ല. പിന്നെ സാധാരണ വ്യക്തി പോകുന്ന സമയത്ത് തരുന്ന ഉപദേശങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് പണ്ടേ വ്യക്തിയാണ്. കിട്ടുന്നവന് സന്തോഷമില്ലാത്തവരുടെ കാര്യം ഉപദേശം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല. ഞാൻ കൂടുതൽ വാക്കുകൾ പറയുന്നില്ല. ഇനി ഇതുവരെ അടിപൊളി കഴിഞ്ഞ ആ ജീവിതം തന്നെ സാധാരണ പിരിഞ്ഞു പോകുന്ന സമയത്ത് പറയാറ് ഈ യാത്രാവിയോഗങ്ങൾ പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടി ഗൗരവമായ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴ് ജീവിതത്തിലെ ഗൗരവങ്ങളൊക്കെ ആ ഏറ്റവും എന്നെക്കാളും പറയാനുള്ള ആൾക്കാരാണ് അടിപൊളിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ വിധത്തിലേക്കുള്ള സംസാരമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ചിങ്ങനെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു കാര്യവും കൂടിയിട്ട് തിങ്ക് ഓഫ് ദി അറ്റ് അവർ ബെസ്റ്റ്. ഞങ്ങളുടെ ഏറ്റവും നല്ല കാര്യങ്ങളെ ഓർമ്മിക്കുക. പക്ഷെ നമ്മുടെ മനസ്സാണ് എന്തോ ഓർമ്മിക്കണം അത് നടക്കൂലല്ലോ. എന്തോ ഓർമ്മിക്കണം മറക്കാൻ പറയാൻ എളുപ്പം, മറക്കാൻ പറയാൻ വളരെ എളുപ്പമാണ്. അതിലും എളുപ്പമാണ് മറക്കാതിരിക്കുന്നത്. മണ്ണിൽ പിറക്കാതിരിക്കൽ എളുപ്പം. അതുകൊണ്ട് മറക്കാൻ ഇങ്ങനെ പറയാണ്, നല്ല കാര്യങ്ങൾ ഓർമ്മിക്കാൻ. അതുപോലെ തന്നെ സർ, ബാബുരാജ് മാഷ്, നമ്മുടെ ഗസ്റ്റ് സർ, എനിക്ക് പറയാനുള്ളത് സാറ് നേരത്തെ പറഞ്ഞത് പറയാൻ ഇഷ്ടമുള്ളതും കേൾക്കാൻ വെറുക്കപ്പെടുന്നതുമായ ഒരു കാര്യമെന്നാണ് സാർ അതിന്റെ ഡെഫിനിഷൻ നൽകിയത്. എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പൊന്നുമില്ല. എങ്കിലും നിങ്ങൾ കരുതുകയും വേണ്ട. ഏതൊരു ഫീൽഡിലും പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പലരും ഇവിടെ ബിസിനസ്സൊക്കെ വാങ്ങി പല സ്ഥലത്തേക്കായും പിന്നെ കുറേയൊക്കെ ഫോർമുലയും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളോടല്ലാതെ തന്നെ പല കുട്ടികളോടും പല പ്രശ്നങ്ങളും മനസ്സിന് വല്ല വെറുപ്പുകളും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളത് എനിക്ക് പുറത്തു തരണമെന്നും അതോടൊപ്പം തന്നെ മഹാനായ പഠിക്കുക പഠിക്കുക എന്ന ഒരു ഉപദേശം മാത്രം നൽകിക്കൊണ്ട് ഞാൻ ഈ കലാലയം കലതീർത്തൊരങ്കണം അരിക വന്നു ചേർന്നു നിന്ന ഗുരുവകരമിൽ കുസുമകാന്തി കണ്ടു നിന്നൊരാദിനങ്ങളിൽ അരിക വന്നു ചേർന്നു നിന്ന ഗുരുവകരമിൽ കുസുമകാന്തി കണ്ടു നിന്നൊരാ
അതിരൂപ ഗോപുരം എൻ ജീവിതാമൃതം. Dear friends, റസീനാന്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ തന്നെ പാടാതെ മൂടൊക്കെ പോയിക്കോളും. എങ്കിലും ഒരു നല്ല സ്വർഗ്ഗക്കിളികൾ പാടി സ്വർഗ്ഗഹുറാലികളാടി സ്വർഗ്ഗത്തോപ്പിലെ മംഗല്യത്തിൽ അന്ത്യറസൂലിൻ മംഗല്യത്തിൽ കണ്ണാടം പുറമേടുതോ വിസ്മയ മംഗല്യത്തിനേകം നബിയുടെ തനിരാഗം ജഗജഗടേറി കണ്ടൊരു ഗാനം സ്വർണ്ണക്കിളികൾ പാടി മുന്നിൽ പിന്നിൽ വാസിച്ചേളെ കിഴിഞ്ഞൽ സ്നേഹം തുളുമ്പിടും ആളെ പിന്നിട പൊന്നിൽ വാസിച്ചേളെ കിഴിഞ്ഞൽ സ്നേഹം തുളുമ്പിടും ആളെ മണിമാരൻ പൊന്മാരനെ കാത്ത് സ്വർണ്ണക്കിളികൾ പാടി സ്വർഗ്ഗഹുറാലികളാടി സ്വർഗ്ഗത്തോപ്പിലെ മംഗല്യത്തിൽ അന്യറസൂലിൻ മംഗല്യത്തിൽ വെള്ളാനം പുറമേറിടുന്നോ വിസ്മയ മംഗല്യത്തിനേകം ദാവൂദ് നബിയുടെ തനിരാഗം ദരജകളേറെ നികന്തൊരു കാലം സ്വർണ്ണക്കിളികൾ പാടി. അസ്സലാമു അലൈക്കും. പാടാൻ ഉദ്ദേശിക്കുന്നില്ല. എക്സാമിന് ഭയങ്കര പഠിത്തായതുകൊണ്ടേ ഒന്നും നോക്കാൻ പറ്റില്ല. ഇർഷാദ് ഒരു പാട്ട് കൂടി പാടും. ഇർഷാദ് ഒരു പാട്ട് കൂടി പാടുന്നു.
സ്കില്ലുകളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ, പ്രസംഗം എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പോയിട്ട് അങ്ങനെയൊക്കെ അല്ലേ. എന്നാൽ ഇത് പറയാനും മുന്നോട്ട് വരാം. ആർക്കൊന്നും പറയാനേ കണ്ടുള്ളത് അനുഭവത്തിലൊക്കെ പറയും. സ്റ്റുഡൻസ് പറയണ്ടേ ഇത്ര കേട്ടിട്ട് ഞാൻ താഴെ അതിൽ പൊന്തിച്ചു മണി ആ ഇതേപോലെ നമുക്കെന്താ പറയാൻ സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കേൾക്കണം. നമ്മൾ എന്തെങ്കിലും തെറ്റുകള് പറ്റിപ്പോയി ക്ഷമിക്കുന്ന ആദ്യം പറയാനുള്ളത്. പിന്നെ ടീച്ചേഴ്സിന് മാത്രമല്ല, ഓരോ ടീച്ചറും പ്രത്യേകിച്ച് ഒരുപാട് തെറ്റ് എനിക്കറിയാം. ഞാൻ എന്തൊക്കെ തെറ്റ് ഇവിടെ ചെയ്തു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറയുന്നില്ല. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും അറിയാം. അതുകൊണ്ട് എല്ലാ കാലഘട്ടം പോകുമ്പോഴാണ് പിന്നെ പറയുന്നത് സ്വന്തം സ്വന്തം ക്ലാസ്സിലാണെങ്കിൽ ഒരുപാട് പേര് പരസ്പരം ദേഷ്യം വിദ്വേഷം വെച്ച് നടക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആരൊക്കെയാണെന്നുള്ളത്. ഫോണിന് മുന്നേ അവരൊക്കെ തെറ്റിട്ട് ഒന്നായി എല്ലാം പൊരുത്തപ്പെട്ട് പോവുക. വീണ്ടും ഇതിനെ പറ്റി ആലോചിച്ചിട്ട് ആരും സങ്കടപ്പെടാനൊരു അവസ്ഥ വരരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സ്വന്തം ക്ലാസ്സിൽ അവനാന്റെ ക്ലാസ്സിനെ പറ്റി അവനാനെ ചിന്തിച്ച് നോക്കേണ്ട അറിയാം ആരൊക്കെയാണ് ആരോടൊക്കെയാണ് ദേഷ്യം വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ ഒന്നാകുക. ഈ 2 വർഷമായിട്ട് പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സ്മാർക്കും ഇത്രയും കാലം ഞങ്ങളെ സഹിച്ച് എല്ലാം ക്ഷമിച്ചിരുന്ന എല്ലാ ടീച്ചേഴ്സ്മാർക്കും ഹൃദയത്തിന്റെ ഭാഷയെ ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെ പരസ്പരം ഉണ്ടാകില്ലാത്തവരൊക്കെ ഉണ്ടെന്നാണ് അത് ഇവിടുന്ന് പോകുമ്പോൾ തീർക്കട്ടോ.
ജീവനാം കൂട്ടുകാരാ സ്നേഹാമൃതത്തിൻ്റെ നാട്ടുകാരാ തപസ്സിനൊടുവിൽ നീ വരപ്രസാദമായി എനിക്കു കൈവന്ന ജന്മസുകൃതമായി ഞാൻ ചെയ്ത പുണ്യങ്ങൾ നീ എന്ന ഗീതമായി ജീവനിലെന്നും തുടിക്കുന്ന താളമായി നിൻകരലാളനമേൽക്കാതിനി അത് നിശ്ചലമായി Saji sir also. Saji sir, please. Yes. ഇനി ഒന്നുകൂടി പതിപ്പിക്കരുത്. ഇപ്പൊ തന്നെ പറയാൻ ഇഷ്ടപ്പെടായിരുന്നു. ഇതൊരു കുട്ടിയെ സെലക്ട് ചെയ്യാൻ മാത്രം ഞാനിപ്പോ ഇവിടെ വന്നോട്ടെ. Firoz, please come and listen. പൂത്തൊരു പൂമഴക്കാലമെങ്ങോ ആ മഴക്കാലമെങ്ങോ കളിക്കൂട്ടുകാരി കളിക്കൂട്ടുകാരി ഒന്നും മറന്നില്ല ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കാത്തുവെച്ച മോഹമായി നിൻവളപ്പൊട്ടിൻ നാണം കോർത്തെടുത്ത സ്നേഹമായി ഓർമ്മ വെച്ച നാൾ മുതൽ കാത്തുവെച്ച മോഹമായി നിൻവളപ്പൊട്ടിൻ നാണം കോർത്തെടുത്ത സ്നേഹമായി അറിയാതെ നെഞ്ചിൽ കൂടുകൂട്ടി നീ അന്നു പെയ്ത മഴയിൽ ആരാരും കാണാതെന്നെ തൊട്ടുണർത്തി കളിക്കൂട്ടുകാരി കളിക്കൂട്ടുകാരി ഒന്നും മറന്നില്ല ഞാൻ കരിമഷി കണ്ണിൽ കവിതകൾ പൂത്തൊരു പൂമഴക്കാലമെങ്ങോ ആ മഴക്കാലമെങ്ങോ കളിക്കൂട്ടുകാരി കളിക്കൂട്ടുകാരി ഒന്നും മറന്നില്ല ഞാൻ
അന്നൊരിക്കലാദ്യമായി പങ്കുവെച്ച കൗതുകം നിൻ കവിൾ തട്ടിൽ നിന്നും തൊട്ടെടുത്ത രാഗമായി. അന്നൊരിക്കലാദ്യമായി പങ്കുവെച്ച കൗതുകം നിൻ കവിൾ തട്ടിൽ നിന്നും തൊട്ടെടുത്ത രാഗമായി. കിളിവാതിൽ ചാരാതെത്ര രാവുകൾ കാത്തിരുന്നു സഖിയേ, നിന്നോമൽ പാട്ടിൻ നീളം ഓർത്തിരുന്നു ഞാൻ. കളിക്കൂട്ടുകാരി കളിക്കൂട്ടുകാരി ഒന്നും മറന്നില്ല ഞാൻ. കരിമഷി കണ്ണിൽ കവിതകൾ പൂത്തൊരു പൂമഴക്കാലമെങ്ങോ, ആ മഴക്കാലമെങ്ങോ. കളിക്കൂട്ടുകാരി കളിക്കൂട്ടുകാരി ഒന്നും മറന്നില്ല ഞാൻ. വിട പറയുകയാണെൻ ജന്മം ചുടുകണ്ണീർ കടലലയിൽ. വിധി പറയും നേരമണഞ്ഞു ഇനി യാത്രാമൊഴി മാത്രം. നീ മാപ്പു നൽകുകില്ലേ? അരുതേ എന്നോടിനിയും പരിഭവമരുതേ, ഇതാണെൻ യോഗം. വിട പറയുകയാണെൻ ജന്മം ചുടുകണ്ണീർ കടലലയിൽ. വിധി പറയും നേരമണഞ്ഞു ഇനി യാത്രാമൊഴി മാത്രം.
ഇതാണെൻ ജന്മം ചുടു കണ്ണീർ കടലലയിൽ വിധി പറയും നേരമണഞ്ഞു ഇനി യാത്രാമൊഴി മാത്രം നീ മാപ്പു നൽകുകില്ലേ ഇതാണെൻ യോഗം പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ പറയാൻ നീ മറന്നതെന്തേ സ്നേഹം പിൻവിളി കേൾക്കാതെ പിരിയുകയാണോ നീ പൊന്നേകം ഇരുളുകയാണകലേ ഞാനോ പിടയുകയാണിവിടെ പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ പറയാൻ നീ മറന്നതെന്തേ സ്നേഹം വീണുടയല്ലേ നീ ഒരു ഹിമകണമാ എൻ വീണയിലുണരേണം നീ സ്വരകണമാ വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻ മുഖമെങ്ങനെ കാണും ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും നീ പെയ്തു തീരാത്ത മഴയോ നീ എന്നെ അറിയാത്ത പുഴയോ നീ എന്നു ചേരുമെൻ പ്രണയക്കടലിൽ പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ പറയാൻ നീ മറന്നതെന്തേ സ്നേഹം സരിഗമയില്ലാതെ ഇനി ഉണരില്ല ഈ പദനിസയിൽ നിന്നും ഒരു ചിരി പോലും പാതകളകലും തോറും നിൻ പിറകെ ഞാൻ വന്നു പാതിയടഞ്ഞൊരു മിഴിയാൽ അത് കാണാതെ നീ നിന്നു നീ ദൂരെ നിൽക്കുന്ന കിളിയോ നീ വാടി നിൽക്കുന്ന ഒളിയോ നീ എന്നു ചേക്കേറും എന്റെ കൂട്ടിലായി വോ 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 വോ. സ്കൂൾ ജീവിതം കഴിഞ്ഞു. നമ്മുടെ സൗഹൃദ ബന്ധം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും അൻവാറിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എത്താൻ വേണ്ടി ജോയിൻ ബ്രില്യൻ ഗ്യാങ് എന്നെഴുതി 567-678 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. If you join in this gang, you will get news messages, recharge coupons, DVR sticks, mobile sticks, and etc. It is absolutely free.